അപ്പോൾ ഗൂഗിൾ ഫൈനലി ആൻഡ്രോയിഡ് 12 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും വെയിറ്റ് ചെയ്തിരിക്കുന്നു ആൻഡ്രോയിഡ് 12 എന്ന് വരുന്നത്. ആൻഡ്രോയിഡ് 12 അല്ല, ആൻഡ്രോയിഡ് 12 എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ അതവർ ഫൈനലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഗൂഗിളിന്റെ ഒരു ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. ഗൂഗിൾ അവിടെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡ് 12നെ കുറിച്ച്. അവിടെ ആൻഡ്രോയിഡ് 12 തന്നെയല്ല, വേറെയും പല സംഭവങ്ങൾ അവർ ലോഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോൺസ് ആയിക്കോട്ടെ, ബഡ്സ്, വാച്ചസ്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് 2-3 ദിവസത്തെ ഇവന്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് 12നെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് മെയിൻ അപ്ഗ്രേഡ് കിട്ടിയത് ഡിസൈനും പിന്നെ തീമിങ്ങും പിന്നെ പ്രൈവസിക്കകത്താണ്. ഇപ്പൊ നേരത്തെ പലവരൊക്കെ പറയുന്നുണ്ടായിരുന്നു iOS ആണ് സെക്യൂർ, ആൻഡ്രോയിഡ് സെക്യൂറേ അല്ലെന്ന്. പക്ഷേ ഇപ്രാവശ്യം ആൻഡ്രോയിഡും സെക്യൂർ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പ്രൈവസിയുടെ ചില ഫീച്ചേഴ്സ് ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മുതൽ വാട്സപ്പിനൊന്നും പഴയ പോലെ ഒന്നും പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസൈനും തീമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് നല്ല വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വിഡ്ജറ്റ്സ് എന്നാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമായിരിക്കും ടൈമിന്റെ വിഡ്ജറ്റ്സ്, വെതറിന്റെ വിഡ്ജറ്റ്സ്, ഇതുപോലത്തെ ഡിസൈൻ ആണ്, നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ ഐക്കൺസ് ഒക്കെ വലുതായിട്ട് വരുമായിരിക്കും, പഴയ പോലെ ഒന്നും അല്ലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആൻഡ്രോയിഡ് 5 ലോലിപോപ്പ് തൊട്ട് ആൻഡ്രോയിഡ് 11 വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും അവർ വരുത്തിയിട്ടില്ല. കുറച്ച് റിഫൈൻമെന്റ്സ് ഒക്കെ വരുത്തിയിട്ടുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഇതുപോലത്തെ സംഭവങ്ങൾ അവർ വരുത്തിയിട്ടുണ്ടെന്ന്, വേറൊരു ഡിസൈനിൽ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ആൻഡ്രോയിഡ് 12 ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും വലിയ അപ്ഗ്രേഡ് തന്നെയാണെന്ന്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ റൗണ്ട് പോലെയാണ്, വൈഫൈ, ബ്ലൂടൂത്ത്, പിന്നെ റൈറ്റിൽ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുക, അതുപോലത്തെ സംഭവമാണ്. പക്ഷെ ഇപ്രാവശ്യം വൈഫൈ ഇത് നോക്കുകയാണെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലാണ്. ഇപ്പൊ നിങ്ങൾ ഏത് വൈഫൈയിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് അതിന്റെ പേരും താഴെ തരും, ഇൻഫോർമേഷൻസ്. പിന്നെ ടോഗിൾസും കുറച്ചുകൂടെ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. ഓവറോൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ഓവറോൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം, ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ആണ്. ആക്ച്വലി MIUIയോ വല്ലതും റിയൽമി UI, ഓക്സിജൻ OSോ 1 UI വരുമ്പോൾ നമുക്കറിയത്തില്ല എന്താവുന്ന. ഓവറോൾ സ്റ്റോക്ക് എക്സ്പീരിയൻസ് ഇതുപോലെയൊക്കെ വരും. ഇപ്പൊ നിങ്ങൾ പിക്സൽ ഡിവൈസസോ, മോട്ടറോള ഡിവൈസസോ, നോക്കിയ ഡിവൈസസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേറൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്, അതാണ് തീമിങ്. ഇപ്പൊ തീമിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ വാൾപേപ്പർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമോ, മെസ്സേജിങ് സർവീസസ് എല്ലാം യൂസ് ചെയ്യുമോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ അതുപോലൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഡിഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിന്റെ വാൾപേപ്പർ അനുസരിച്ചിട്ടായിരിക്കും എല്ലാം ഡിസൈഡ് ആവുന്നത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലെ എല്ലാ സംഭവങ്ങളൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തീം സ്റ്റോറും കാര്യങ്ങളൊക്കെ അവർ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിലൊക്കെ പുതിയ ലുക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈനകത്തും. പിന്നെ വിഡ്ജറ്റ്സും അവർ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വിഡ്ജറ്റ്സ് ആണ്, നമുക്ക് പറയാൻ പറ്റും ഫ്രഷ് ലുക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതുള്ളായിരുന്നു ഇതിനകത്ത്. ആപ്പ് സൈസ് നിങ്ങൾ നോക്കണം, ആപ്പ് ഐക്കൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലുതാണ്. അത് തന്നെയല്ല ഈ വർഷം നിങ്ങൾക്ക് ആനിമേഷൻസിന്റെ കുറച്ചുകൂടെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ തുറക്കുകയോ അടക്കുകയോ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ആനിമേഷൻസ് തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ ലോക്ക് സ്ക്രീനിൽ നിങ്ങളിപ്പോൾ പിന്നോ വല്ലതും ടൈപ്പ് ചെയ്യണമെങ്കിൽ, പാറ്റേണോ വല്ലതും ടൈപ്പ് ചെയ്യണം, അതിനും പുതിയൊരു ലുക്കുണ്ട്, പുതിയ ആനിമേഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഷോർട്ട് കട്ട്സിന്റെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈനിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലുക്കുണ്ട്, റെവല്യൂഷണറി ഡിസൈൻ ആണ്, പഴയ ആൻഡ്രോയിഡ് ഫോൺസിലെ പോലെയല്ല. അപ്പോൾ ആൻഡ്രോയിഡ് 12 മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ 2014 തൊട്ട് ആൻഡ്രോയിഡ് 5 ആയിരുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് 5 തൊട്ട് ആൻഡ്രോയിഡ് 11 വരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മെറ്റീരിയൽ ഡിസൈൻ ആണ്. അത് ബോറിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതേ സംഭവം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് വന്നപ്പോൾ വലിയ ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ബോറായിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ അവർ കുറച്ചുകൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേര് മെറ്റീരിയൽ യു ആക്കിയിട്ടുണ്ട്. ഇതൊരു പുതിയ സംഭവമാണെന്ന് പറയാൻ പറ്റും. ഇത് ഡിസൈൻ ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മെറ്റീരിയൽ യു ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ലാംഗ്വേജ് ആണ്. മെറ്റീരിയൽ യു ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ ഓപ്ഷൻസ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളാണ് ഗൂഗിൾ പറഞ്ഞത്. അപ്പോൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഒരു പുതിയ ലുക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പുതിയ ആൻഡ്രോയിഡ് 12 കാരണം നമ്മുടെ ഫോൺ കുറച്ചുകൂടെ ഹെവി ആവത്തില്ല, അതിന്റെ പെർഫോമൻസ് ഡൗൺ ആവത്തില്ല, ബാറ്ററിയും വേഗം പോകത്തില്ല. പക്ഷെ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് ഈ OS ബാറ്ററി എഫിഷ്യന്റ് ആണ്, നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഒക്കെ സേവ് ആവും, അതോർത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ പെർഫോമൻസിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും അവർ കൊണ്ടുവരത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ലൈറ്റ് UI ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറയാം സ്റ്റോക്ക് UI ആണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ മുകളിൽ MIUI ഇടുക, 1 UI ഇടുക, ഇതുപോലത്തെ സംഭവങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു ഫോണൊക്കെ ഹെവി ആവുന്നത്, സ്ലോ ആവുന്നത്. അല്ലാതെ ഈ സ്റ്റോക്ക് UI കൊണ്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ പിക്സൽ ഡിവൈസസോ നിങ്ങളുടെ മോട്ടറോളയോ നോക്കിയോ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓക്സിജൻ OSും കുഴപ്പമില്ല, പക്ഷെ അതും ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള UI ഒക്കെ അവർ ഫോൺ കയറ്റുമ്പോഴാണ് ഹെവി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് കാര്യത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് പ്രൈവസിയും കാര്യങ്ങളും. ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ്രോയിഡ് ഇപ്പൊ പ്രൈവസിയും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്.
അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു വെച്ചാൽ ഗൂഗിൾ നമുക്കൊരു പ്രൈവസിയുടെ ഡാഷ്ബോർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏത് ആപ്ലിക്കേഷൻ പെർമിഷൻ എടുക്കണം എടുക്കേണ്ടതാണ്. പിന്നെ അതുപോലത്തെ സംഭവങ്ങൾ തന്നെയല്ല, നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കൂടെ നിങ്ങൾക്ക് ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ഫേസ്ബുക്ക്, വാട്സപ്പ് ഇവരെല്ലാം ലൊക്കേഷൻ ആഡ് ബേസ് സർവീസസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. യൂട്യൂബ്, ഗൂഗിൾ ഇവരെല്ലാം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ്റെ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അവർക്കറിയാൻ പറ്റത്തില്ല നമ്മൾ കറക്റ്റ്ലി എവിടെയാണ്, അപ്രോക്സിമേറ്റ് നമ്മുടെ എവിടെയാണ്, അതൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെതർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലൊക്കേഷൻ എടുക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ല അവർ നിങ്ങൾ ഇത് ലൊക്കേഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ അപ്രോക്സിമേറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്രോക്സ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല നിങ്ങൾ എവിടെയാണ്. ഇതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഗൂഗിൾ മാപ്സിൽ അതുപോലത്തെ സംഭവങ്ങളൊന്നുമില്ല, കറക്റ്റ് ലൊക്കേഷൻ തന്നെയായിരിക്കും അവർ പാലിക്കുന്നത്. ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്സിനെ പറ്റി സംസാരിക്കുകയാണ്, ഇനി പോലെ നിങ്ങൾക്ക് ട്രാഫിക് ലൈറ്റ്സിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും, എവിടെയുണ്ട്, പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഗൂഗിൾ മാപ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓവറോൾ ഒരു ലുക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് പ്രൈവസിയും കാര്യങ്ങളിനകത്ത്. അപ്പോൾ ഗൂഗിൾ വേറൊരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഒരു മൈക്രോഫോണിൻ്റെ വല്ല പെർമിഷൻ വല്ലതും കൊടുത്തെങ്കിൽ ആ ആപ്ലിക്കേഷന് മൈക്രോഫോൺ തന്നെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോൺ ഓഫ് ആണെങ്കിൽ അത് തന്നെ ആ ആപ്ലിക്കേഷൻ മൈക്രോഫോണിൻ്റെ പെർമിഷൻ ഒന്നും ഓൺ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴേ അതൊക്കെ ഓൺ ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഓൺ ആകത്തില്ല. ഇതുപോലത്തെ സംഭവങ്ങൾ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു സംഭവം കൂടെ ഗൂഗിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രൈവറ്റ് കമ്പ്യൂട്ടർ കോർ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങളുടെ എല്ലാ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഫോണിലായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സെർവറിലോ എവിടെയോ ഒന്നും സ്റ്റോർ ചെയ്യാൻ പോകത്തില്ല. നിങ്ങളുടെ ഫോണിൽ തന്നെയായിരിക്കും എല്ലാ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് നിങ്ങളുടെ ഡേറ്റാസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗൂഗിൾ നമുക്കൊരു പുതിയൊരു മാർഗം കാണിച്ച് തന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വാട്സപ്പ് നമ്മൾ ഇത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുക, അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ആയിരുന്നു ഗൂഗിൾ കൊണ്ടുവന്നത്. അപ്പോൾ പ്രൈവസി ഈ വർഷം നല്ലതാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു സംഭവം കൂടെ ഗൂഗിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ iOS 14 കാര്യങ്ങളൊക്കെ അറിയിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ ഓൺ ആണെങ്കിൽ മുകളിൽ ഒരു ലൈറ്റ് ഓൺ ആയിരിക്കും ഗ്രീൻ കളറിൻ്റെ, പിന്നെ മൈക്ക് ഓൺ ആണെങ്കിൽ റെഡ് കളറിൻ്റെ ലൈറ്റ് ഓൺ ആയിരിക്കും. അതുപോലത്തെ സംഭവം ഗൂഗിൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ വല്ല ഓൺ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ്, ഇപ്പോൾ മൈക്ക് വല്ല ആണെങ്കിൽ റെഡ് ലൈറ്റ് മുകളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്, പിന്നെ അത് ഓൺ ആണോ അല്ലെങ്കിൽ. ഇതുപോലത്തെ സംഭവങ്ങൾ ഗൂഗിൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി. അപ്പോൾ പ്രൈവസി ഇപ്രാവശ്യമൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വേറെ സംഭവം കൂടെ ഗൂഗിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് TV വല്ലതും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ വഴി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് TV റിമോട്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റിമോട്ടായിട്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോൺ റിമോട്ടായിട്ട് വർക്ക് ആവും. പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ NFC സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻസും ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞതേയുള്ളൂ, ഞാൻ പറഞ്ഞില്ലെന്ന് ചിലർ പറയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ വരെ ഇതും ഗൂഗിളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടെ ഉണ്ട്. ഇനി മുതൽ സാംസങ്ങിന്റെ Wear OSഉം Tizen OSഉം കൂടെ മെർജ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് OSും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ Wear OSനകത്ത് നല്ല ഒപ്റ്റിമൈസേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ബാറ്ററിയാണ് വരാൻ പോകാം. മറ്റേന്ന് ഒപ്റ്റിമൈസേഷനിലെ ബാറ്ററി ഉണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ടും കൂടെ നല്ല സ്മാർട്ട് വാച്ചസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേറെ നമുക്ക് സ്മാർട്ട് വാച്ചസ് ഒക്കെ വരുമായിരിക്കും ആൻഡ്രോയിഡിൻ്റെ തന്നെ. അപ്പോൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് മെയിൻ പോയിന്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏതൊക്കെ സ്മാർട്ട് ഫോൺസിൽ വരും, പിന്നെ എപ്പോൾ വരും. അപ്പോൾ ഏതൊക്കെ ഫോൺസിൽ വരുമെന്ന് ഗൂഗിൾ ഇതുവരെ ഒന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഷവോമിയുടെ ഫോൺസിൽ വരുന്നുണ്ട്, റിയൽമിയുടെ ഫോൺസിൽ വരുന്നുണ്ട്, OnePlusൽ വരുന്നുണ്ട്, സാംസങ്ങിൽ വരുന്നുണ്ട്. സാംസങ് അവർ പറഞ്ഞില്ല, പക്ഷെ എനിക്കറിയാം സാംസങ്ങും വരുന്നുണ്ട്, TCL ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പല ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻ അവർ പറഞ്ഞത് ഷവോമി, ഒപ്പോ, വിവോ, OnePlus എങ്ങാണ്ടാണ് അവർ മെയിൻ പറഞ്ഞത്. പിന്നെ പിക്സൽ ഡിവൈസസിലോട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് പിക്സൽ ഡിവൈസസിലാണ് വന്നത്. അപ്പോൾ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇറക്കിയത് ബേറ്റ വെർഷനാണ്. അപ്പോൾ ബേറ്റ വെർഷനകത്ത് വന്ന ഫോൺസ് എന്ന് പറഞ്ഞാൽ പിക്സൽ ഫോൺസിനകത്ത് ബേറ്റ വെർഷൻ വന്നിട്ടുള്ളൂ. വേറെ സ്മാർട്ട് ഫോണിനകത്തൊന്നും ആൻഡ്രോയിഡ് 12ന്റെ ബേറ്റ വെർഷൻസ് വന്നിട്ടില്ല. അപ്പോൾ പണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ OnePlus ഫോൺസിനകത്ത് വരുമായിരുന്നു ബേറ്റ വെർഷൻസ് ഒക്കെ ആൻഡ്രോയിഡ് 10ന്റെ 11ന്റെ. പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് സ്ലോ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പിക്സൽ 3ന്റെ മുകളിലുള്ള സ്മാർട്ട് ഫോൺസിനകത്ത് ആൻഡ്രോയിഡ് 12 കിട്ടുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം S10ന്റെ മുകളിലുള്ള എല്ലാ ഫോൺസും കിട്ടും. ഇപ്പോൾ നിങ്ങൾ സാംസങ് ലവർ വല്ലാണെങ്കിൽ ഗാലക്സി S10 തൊട്ട് എല്ലാ ഫോൺസും കിട്ടും. പിന്നെ OnePlusനകത്ത് OnePlus 60 തൊട്ട് OnePlus 9 Pro വരെ നിങ്ങൾക്ക് എല്ലാത്തിനകത്തും ആൻഡ്രോയിഡ് 12 കിട്ടും.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ ഹൈലൈറ്റും കാര്യങ്ങളും. റിയൽമി GTക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. iQOO 7-നകത്തൊക്കെ അവർ പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഷുവർ ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി വല്ലതും ഫോൺ പർച്ചേസ് ചെയ്തെങ്കിൽ അതിനകത്ത് Android 10 11 വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും Android 12 വരും, പുതിയ ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ. ഇതേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ ഗൂഗിൾ പറഞ്ഞത് സെപ്റ്റംബർ ആകുമ്പോൾ അവർ മേജർ Android 12ന്റെ അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫോണിലോട്ടൊക്കെ വരുമ്പോൾ ഡിസംബറൊക്കെ ആവുമായിരിക്കും എൻ്റെ ഇതിൽ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ Android 12ന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി, നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാം പറ്റും. ഇപ്പോൾ നിങ്ങൾ പിക്സൽ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് Android 12ന്റെ ബേറ്റ വെർഷൻ വന്നെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.